ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് നിങ്ങൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വവ്വാൽ കൂട്ടങ്ങളായിരിക്കും കേട്ടോ. തൊട്ടടുത്തുള്ള എല്ലാ മരങ്ങളിലും ഇതുപോലെ വവ്വാലുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം നാഗക്കാവ്, ഇവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചുമരിലെല്ലാം ഇതുപോലെ നല്ല അടിപൊളി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൊഴുകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് വവ്വാൽക്കൂട്ടങ്ങൾ കേട്ടോ ഏത് ദിക്കിലേക്ക് നോക്കിയാലും കാണാൻ പറ്റുക. ചുറ്റിലുള്ള എല്ലാ മരത്തിലും ഇതുപോലെ വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നുണ്ടാവും കേട്ടോ. ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മുട്ടറക്കലാണ്. ശരിയാണോ എന്നറിയില്ല, ഞായറാഴ്ചയും അതുപോലെ തന്നെ ബുധനാഴ്ചയാണ് ഇവിടെ മുട്ടറക്കലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച എന്തായാലും മുട്ടറക്കുന്നുണ്ട്, അത് കൺഫേം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ വേറെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അമ്പലത്തിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഹൈറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, ഓടും കാര്യങ്ങളൊക്കെ മേഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം തല കുനിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. എത്ര വലിയ ആൾ വന്നാലും തല കുനിച്ചതിന് ശേഷം അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയതായിരിക്കാം എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മുട്ടറക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ അന്നദാനം ഉണ്ടാവാറുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ശേഷം നമുക്ക് ചുറ്റും ഇതുപോലെ നടന്ന് തൊഴുകാനുള്ള കുറേ കാവുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇത് പറഞ്ഞ വവ്വാലും കാര്യങ്ങളൊക്കെ. നമുക്കൊരു അത്ഭുതമായിരിക്കും ആദ്യം വരുമ്പോൾ ഉണ്ടാവുക. കാരണം അത്രയും സംഭവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, പറക്കുന്നുണ്ട്, കുട്ടികളായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. ഞാൻ വലിയൊരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് ഞാൻ പറയൂ. കാരണം എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ല ഈ ദൈവങ്ങളിൽ ഇതിലൊക്കെ കേട്ടോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സ് മടുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത്രയും മോശപ്പെട്ട സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പാപങ്ങളെല്ലാം ചെയ്തിട്ട് ഭണ്ഡാരത്തെ കൊണ്ട് പൈസ ഇട്ടാൽ അതെല്ലാം മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കർമ്മമാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നാളുകൾക്കും ഓരോ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാളിനനുസരിച്ചിട്ടുള്ള മരം ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.